നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 നവംബർ മാസം 6-ാം തീയതി 1201 ആണ്ട് തുലാമാസം 20-ാം തീയതി വ്യാഴാഴ്ച. ഇന്നത്തെ നക്ഷത്രം തന്നെ കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രം വ്യാഴാഴ്ച പൊതുവെ നല്ല ദിവസമാണ്, പ്രഥമയാണ്. ഇതൊക്കെയാണെങ്കിൽ പോലും കാർത്തിക നക്ഷത്രം അത്ര ശുഭനക്ഷത്രമല്ല. അതുകൊണ്ട് ഒരു 50-50 ഫലത്തെ കൊടുക്കുന്ന ദിവസമാണ്. അപ്പോൾ തീരെ എടുക്കാൻ പാടില്ലാത്ത ദിവസമല്ല, എന്നാലും അത്ര ബെസ്റ്റ് ദിവസമല്ല. അപ്പോൾ നമുക്കങ്ങനെ ചില കാര്യങ്ങൾ ഇന്ന് ചെയ്തേ തീരുവുള്ളൂ എങ്കിൽ മാത്രം ചെയ്യുക, അല്ലെങ്കിൽ മാറ്റിവെക്കുക. കാരണം ഒരു മധ്യമായിട്ടുള്ള ദിവസമെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. പക്ഷേ തുലാമാസത്തിലെ കാർത്തിക നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർ നിങ്ങൾ ഭാഗ്യമുള്ളവർ തന്നെയാണ്. കാരണം ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ അനുകൂലപ്രദമായ അവസ്ഥകളുണ്ടാവും. പ്രത്യേകിച്ച് സാമ്പത്തിക പുരോഗതി. വേഴൻ ധനകാരകനാണ്. അപ്രതീക്ഷിതമായ ധനം വരും. സാമ്പത്തികമായി മേന്മയുണ്ടാവും. സാമ്പത്തിക പുരോഗതിയെ തരും. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാതെ ധനം വന്നു ചേരും. സാമ്പത്തിക പുരോഗതി, ചെയ്യുന്ന കാര്യങ്ങൾക്ക് റിസൾട്ട്. അപ്പോൾ നമുക്ക് ഒരേ സമയത്ത് തന്നെ ചിലപ്പോൾ ഒന്നിലധികം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവിനെ പ്രദാനം ചെയ്തു തരും. മുടങ്ങിക്കിടക്കുന്ന ധനം നമ്മളിലേക്ക് വന്നു ചേരും. അപ്പോൾ സാമ്പത്തിക ഇടപാടുകൾക്ക് അനുകൂലപ്രദമായ, നമുക്ക് വിറ്റ് പോകാതിരിക്കുന്ന സാധനങ്ങൾ വരെ വിറ്റ് പോകും. അപ്പോൾ അത്രയ്ക്ക് അനുകൂലപ്രദമായ സമയമാണ്. അപ്പോൾ പ്രമോഷൻ, അതുപോലെ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ട് പ്രതീക്ഷിക്കാതെ ധനം, നമുക്കൊരു ലോണിന് അപ്ലൈ ചെയ്ത് കിട്ടാതിരിക്കുന്നവർക്ക് വരെ ലോൺ പെട്ടെന്ന് ലഭിക്കും. ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാതെ ധനം വരുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ലോട്ടറി മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, ഊഹ കച്ചവടങ്ങളിൽ പ്രവർത്തിക്കുന്നവർ, റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, അതുപോലെ ഷെയർ മാർക്കറ്റിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒക്കെ അനുകൂലപ്രദമായ അവസ്ഥയുണ്ടാവും ഈ ഒരു വർഷക്കാലം. അതുപോലെ ഇന്നും നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമ്മൾ രാഹുകാല സമയം നോക്കി പോകണം. ഉച്ച സമയത്താണ് രാഹുകാലം വരുന്നത്. രാഹുകാല സമയം ശരിക്ക് ജാതകപ്രകാരം 1:30 മണി മുതൽ 3 മണി വരെയാണ് രാഹുകാല സമയം. രാഹുകാലം ശരിക്ക് 1:30 മണി മുതൽ എന്ന് പറയുന്നത് 1 മണി 35 മിനിറ്റിനെ തുടങ്ങുള്ളൂ. 5 മിനിറ്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. 3 മണി 2 മിനിറ്റ് ആകുമ്പോൾ തന്നെ തീരും. അപ്പോൾ കലണ്ടറിൽ രേഖപ്പെടുത്തിക്കുന്ന സമയവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഇറങ്ങിയാൽ പോലും കുഴപ്പമില്ല. ചെറിയ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. രാഹുകാല യാത്രയ്ക്ക് മാത്രമേ ബാധകമുള്ളൂ. മറ്റ് 2 സമയങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. യമകണ്ഠ കാല സമയവും ഗുളികകാല സമയവും ഒരു ശുഭകാര്യങ്ങൾക്ക് നല്ലതല്ല. അതിൽ ഗുളികൻ്റെ ബന്ധം വരുന്ന കാലഘട്ടം 9:14 തൊട്ട് 10:41 വരെയും, യമകണ്ഠ കാല സമയം 6:20 തൊട്ട് 7:46 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അതുപോലെ ഇന്നും അഭിജിത്ത് മുഹൂർത്തമുണ്ട്. നമുക്ക് ദിവസം കൊള്ളൂല, 50-50 ആണെന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിൽ പോലും ചില കാര്യങ്ങൾ ഇന്ന് ചെയ്തേ തീരുവുള്ളൂ എന്ന അവസ്ഥ വരികയാണെങ്കിൽ നമുക്ക് അഭിജിത്ത് മുഹൂർത്ത സമയം തിരഞ്ഞെടുക്കാം. അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് 11:44 തൊട്ട് 12:32 വരെ. ഇതിനകത്തൊരു 4 മിനിറ്റ് നേരം, അതായത് 12:06 തൊട്ട് 12:10 വരെ 4 മിനിറ്റ് നേരം എടുക്കരുത്. ബാക്കി 44 മിനിറ്റും നമുക്ക് ശുഭകാര്യങ്ങൾക്ക് എടുക്കാം. അപ്പോൾ അതേപോലെ ഇന്നും ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. മഞ്ഞ കളറ്, മഞ്ഞ മിക്സ് ആയിട്ടുള്ള കളറ് വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഭാഗ്യദായകമായി തീരും. ഗുരുവിൻ്റെ കൃപയുണ്ടാവും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.